നേന്ത്രപ്പഴം വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേന്ത്രപ്പഴമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, പക്ഷേ ഒരെണ്ണം മാത്രമേ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് കൊണ്ട് നമുക്ക് ഒരെണ്ണം മാത്രം മതി. നേരിയതാണെങ്കിൽ മാത്രം നിങ്ങൾ രണ്ടെണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. ഒരെണ്ണം 4-5 പീസെല്ലാം ആക്കിയിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഗീ ആക്കിയിട്ട് നല്ലോണം ചൂടാക്കിയതിന് ശേഷം നമുക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും നല്ലപോലെ റോസ്റ്റാക്കിയിട്ട് എടുക്കണം. ഗീയിൽ റോസ്റ്റാക്കുന്ന തന്നെയാണ് കേട്ടോ നല്ലത്, ഹെൽത്തിയുമാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലെല്ലാം വരാൻ തുടങ്ങും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഗീയിൽ ഇത് നന്നായിട്ട് റോസ്റ്റാക്കിയിട്ട് എടുക്കുക. രണ്ട് സൈഡും തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ഈ ഒരു ഗോൾഡൻ കളറിൽ വേണം നമ്മൾ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ ഇതുപോലെ കളറെല്ലാം നല്ലോണം ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ഗീ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇടുന്ന സമയത്ത് ഗീ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതാ കുറച്ച് മാത്രം ഞാൻ ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ശർക്കര പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിതിങ്ങനെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മളിതുപോലെ ഇങ്ങനെ വറുത്തെടുത്തിട്ട് നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ്. എന്നിട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഏകദേശം 1/2 കപ്പോളം പാൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കലക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ പാനിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമുക്ക് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റെഡിയാക്കിയ ആ മൈദേൻ്റെയും മുട്ടേൻ്റെയും മിക്സില്ലേ, അത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു നേന്ത്രപ്പഴം മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ വലിയ പാത്രത്തിലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 എണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റാക്കി വെച്ച തേങ്ങയില്ലേ, അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഇതിൻ്റെ മുകളിൽ വിതറിയതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. 5 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മൈദേൻ്റെ മിക്സ് എല്ലാം നമുക്ക് നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂട് ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ട് മാറും. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവർ വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്ത് വെക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.